ചേട്ടാ ഒരു കുസൃതി ചോദ്യമാണ്. ഏറ്റവും താഴെയുള്ള വരയുടെ പേരെന്താണ്? ഏറ്റവും താഴെയുള്ള വരയുടെ പേര്. വരയോ വരിയോ? വര. വരയുടെ പേര് താഴ്വര. താഴ്വര. ഓ പിന്നെ ആ ചിരി. അല്ല, ഇതെങ്ങനെ ഇത്രയും പ്രായത്തിൽ ഇത്ര ഈ കുസൃതി ചോദ്യമൊക്കെ പഠിക്കുന്നത്? അയ്യോ, വല്ലവരുമായിട്ട് അല്ല ഞാൻ ചോദിക്കുന്ന, വല്ല ചെറുപ്പക്കാരുമായിട്ട് വല്ലതും ലൈനാണോ ഇപ്പോഴോ? ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള ലൈൻ ആണല്ലേ? ഇപ്പൊ കിളവികൾ ആരും എടുക്കുന്നില്ല. എനിക്ക് കണ്ടപ്പോ തോന്നി ഒരു മുഖത്തൊരു വല്ലാത്ത ശുഷ്കാന്തി. കാരണം ഏതോ ഒന്ന് രണ്ട് പേരുമായിട്ട് നല്ല ചെറുപ്പക്കാരികളുമായിട്ട് ഭയങ്കര ലൈനാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യമല്ലേ? അങ്ങനെ വേണമെങ്കിൽ ധരിക്കാം. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു ക്യാൻസർ വന്നു, അത് വന്നു, ഇത് എല്ലാത്തിനും പുല്ലുപോലെ കളഞ്ഞിട്ട് പുസ്തകങ്ങൾ എഴുതുക, ആക്റ്റീവായിരിക്കുക. അതിന്റെ പുറകിൽ പിന്നിലൊരു ഒരു സ്ത്രീയുടെ കരങ്ങൾ, പ്രചോദനം, അതില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല. അതെ, അല്ല സ്ത്രീയാണല്ലോ പുരുഷന്റെ പ്രചോദനം, ശക്തി എന്നൊക്കെ പറയുന്നത്. അതെ, അപ്പൊ അങ്ങനൊക്കെ കാണുമായിരിക്കാം. കാണുമായിരിക്കാമല്ല, കാണും ഉണ്ടായിരിക്കാം. പറയണ്ട, പേരൊന്നും പറയണ്ട. പക്ഷെ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് അവിടെ ഇട്ടങ്ങ് പൂട്ടിയാരെ. അതിനെ ചേട്ടന്റെ സ്ത്രീ ശക്തിയും ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു 100 വയസ്സ് വരെ. അപ്പോ 4ാമത്തെ ചോദ്യം കേട്ടുള്ളൂ. ഈ സിനിമയിൽ ഏതെങ്കിലും ഭാഗത്തിൽ മമ്മൂട്ടിയെ കാണിക്കുന്നുണ്ടോ? എ ഇല്ല, ബി ഉണ്ട്, സി കമലഹാസനെയാണ് കാണിക്കുന്നത്. 20 seconds. അല്ല, അത് അഭിനയം കാണിക്കുന്നുണ്ടോന്നാണെങ്കിൽ മമ്മൂട്ടിയെ കാണിക്കുന്നില്ല. പക്ഷേ അവിടെ എവിടെയോ ഒരു ഭാഗത്ത് മമ്മൂട്ടിയും രജനീകാന്തും ഉള്ള ഒരു പോസ്റ്റർ ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉണ്ട്. ബി ഉണ്ട് ഞാൻ എടുത്തിട്ട് പൂട്ടു. ചേട്ടനൊരു മൂളിപ്പാട്ട് പാടുന്ന ഒരു സിനിമാ പാട്ട് ഏതാണ്? നേരത്തെ ഒരു വല്ലാത്ത ഗൽഗതം തന്നു, ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സന്തോഷം കൊടുക്കും. എനിക്ക് കൂടുതൽ കൊടുക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ്റെ, ശ്രീകുട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ കവിത, സോപാന സംഗീതങ്ങൾ പലതും എനിക്കിഷ്ടമാണ്. റേഡിയോ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ എനിക്ക് വരുന്നുണ്ട്. അത് രാമായണ കിളി, ഹാരിക പൈതൽ, രാജീവനേത്രനെ കണ്ടോ എന്നുള്ള കുറച്ച് നല്ല, എന്താണ് അതിനൊക്കെ പറയുന്നത്, എന്താണ് എന്ത് കവിതയെന്നും പറയാൻ പറ്റത്തില്ല, നല്ല ഭംഗിയുള്ള ഒരുപാട് തോന്നുന്നു. അതൊക്കെ ഞാൻ സാധാരണ രാമായണ കിളി, ശാരിക പൈങ്കിളി, രാജീവനേത്രനെ കണ്ടു, എന്റെ രാഗവിലോലനെ കണ്ടു, ആരണ്യകാണ്ഡത്തിലൂടെ. അത് ആ സംഗതി ഒന്നും എനിക്ക് വരത്തില്ല, അതുകൊണ്ട് ഞാൻ ആരണ്യകാണ്ഡത്തിലൂടെ എന്നെ ശ്രീരാമദേവൻ തിരഞ്ഞോ, നീറുന്ന ചിന്തകളോടെ എൻ്റെ ശ്രീരാമദേവൻ തിരഞ്ഞു. എൻ്റെ പൊന്നു രാധാകൃഷ്ണൻ ചേട്ടാ, ഒരുപാട് ഞങ്ങൾക്ക് ഓർക്കാൻ ഒരുപാട് സംഭവങ്ങൾ, സ്തൂപങ്ങൾ ഉണ്ടാക്കിയിട്ടാ പോയത്. അപ്പം ബി ഉണ്ട് എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടില്ല, ഇല്ലുണ്ട് എന്നൊക്കെ പറയാം, പക്ഷെ ഉണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണോ? അപ്പൊ തെറ്റായിരുന്നു ഔട്ടാവൂ? ഇല്ല, 2000 രൂപ അങ്ങ് പോകും. തെറ്റാണ്, ഇടയ്ക്ക് വെച്ച് പറഞ്ഞു വിടും. ഇല്ല, പറഞ്ഞു വിടുന്ന പ്രശ്നമേ ഇല്ല. ചേട്ടൻ ഈ ഷോ കഴിഞ്ഞാലും ഇവിടെ ഒക്കെ കിടന്ന് ഉറങ്ങാൻ. സീനിയർ സിറ്റിസൺ റിസർവേഷൻ, സീനിയർ സിറ്റിസൺ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. പോവാൻ നേരത്തെ പെടലിക്ക് ഒരു അടിയും കൂടെ തരും. ചവിട്ടില്ലല്ലോ. ഇല്ല. ബി ഉത്തരം ശരിയാണ്. യു ആർ അവാർഡഡ് അഗൈൻ 2000 rupees. കൺഗ്രാറ്റുലേഷൻസ്. അതാണല്ലോ ഇതിന്റെ ഒരു നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. എവിടേക്ക് പോവാൻ തയ്യാറായി നിന്ന തുളസിയാണ് തോമ ലോറിയിൽ കയറ്റി കള്ളു കുടിപ്പിച്ചത്? എ കടയിലേക്ക് പോകാൻ, ബി അമ്പലത്തിൽ പോകാൻ, സി ഡാൻസ് ക്ലാസ്സിൽ പോകാൻ. എ കടയിലേക്ക് പോകാൻ നിന്ന കുട്ടിയാണ് തോമ എടുത്ത് വെള്ളം അടുപ്പിച്ചത്. ബി അമ്പലത്തിൽ പോകാൻ, സി ഡാൻസ് ക്ലാസ്സിൽ പോകാൻ. തുളസി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ
അമ്പലത്തിൽ തുളസി അമ്പലമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ, അമ്പലത്തിൽ പോകാനായിരിക്കണം ആണ്. അമ്പലത്തിൽ പോകാൻ. ബി, അമ്പലത്തിൽ പോകാൻ നിന്ന തുളസിയാണ് മോഹൻലാൽ ആട് തോമ അല്ലേ കള്ളുകുടിപ്പിച്ച്. കൂട്ടാൻ പൂട്ട്. ഞാൻ എടുത്തിട്ട് പൂട്ടി. പൂട്ട്. ഓക്കെ, ബി അമ്പലത്തിൽ പോകാൻ. അവിടെ കിടക്കട്ടെ. തുളസിയെ കുറിച്ചൊരു പാട്ട് പാടാം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താ ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താ ഞാൻ. വളരെ ഹിറ്റായ ഒരു സംഭവം. ഈ പാട്ട് പാടിയിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പുറത്തു വരുന്നത്. ഇപ്പോഴത് എല്ലായിടും അത് തന്നെയാണ്. നല്ല മനോഹരമായ ഒരു പാട്ടാണ്, നല്ലൊരു കണ്ണന്റെ ഒരു. അപ്പം ബി അമ്പലത്തിൽ പോകാൻ തയ്യാറാകും. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 5 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതാണല്ലോ അതിന്റെ ഒരു ഇത്.